എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ശനിയാഴ്ച പൊന്നുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ ചെറിയൊരു വ്ളോഗാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ബർത്ത്ഡേക്ക് നമ്മളൊരു സ്ഥലത്തേക്ക് പോയി. തൊട്ടടുത്ത രാജ്യമാണ് ഡെൻമാർക്ക്. അപ്പോൾ അവിടേക്കുള്ള ചെറിയൊരു യാത്രയും പിന്നെ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡെൻമാർക്കിൽ നമ്മൾ പോയത് ഒരു അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു സന്തോഷ വാർത്ത കൂടി എല്ലാവരോടും പറയാനുണ്ട്. എൻ്റെ അനിയനും ലക്ഷ്മിക്കും ഒരു കുഞ്ഞു വാവ ഉണ്ടായി. മോനാണ്. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. നോർമലായിട്ടുള്ള ഡെലിവറി ആയിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. 28 കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാവയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നതാണ്. 7 മാസത്തിൻ്റെ ചടങ്ങുകൾ നമ്മൾ ലക്ഷ്മിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ ശനിയാഴ്ച രാവിലെ തന്നെ നമ്മൾ അക്വേറിയം കാണാനായിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും കിഴങ്ങറിയുമായിരുന്നു. അപ്പോൾ ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 3/4 മണിക്കൂറുണ്ട് നമ്മുടെ ഈ സ്ഥലത്തു നിന്നും ഡെൻമാർക്കിലേക്ക്. അപ്പോൾ ഡെൻമാർക്കിൽ കയറുന്നതിന് മുന്നായിട്ടൊരു കടൽ പാലമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടോളാണിത്. അപ്പോൾ നമ്മളത് ഓൺലൈനായിട്ട് പേ ചെയ്തിട്ട് നമ്മുടെ വണ്ടി പോകാം. ടോള് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് പാലത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇത് ഓറിസുണ്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള പാലമാണ്. കടലിൻ്റെ മുകളിൽ കൂടെയുള്ളൊരു പാലമാണ്. സ്വീഡൻ്റെ സൗത്തായിട്ടുള്ള മാൽമോയും അതുപോലെ തന്നെ ഡെൻമാർക്കിനെയും കണക്ട് ചെയ്യുന്ന പാലമാണ്. പാലത്തിൻ്റെ മുകളിലൂടെ റോഡും അതുപോലെ തന്നെ പാലത്തിൻ്റെ താഴെ കൂടെ റെയിലുമാണ് ഉള്ളത്. ട്രെയിൻ വഴിയും വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വീഡനിൽ നിന്ന് ഡെൻമാർക്കിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ടാക്സി വഴിയും പോകാവുന്നതാണ്. 9 കിലോമീറ്ററോളം ദൂരമുള്ളൊരു കടൽ പാലമാണിത്. 2 സൈഡിലായിട്ടും കടൽ തന്നെയാണ്. നല്ല ആഴക്കടലാണ്. നല്ല ഡീപ്പ് ബ്ലൂ ആയിട്ടുള്ള സീ ആണ്. ഇതിന് മുകളിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇനി നമ്മൾ ഒരു തുരങ്കത്തിലോട്ടാണ് കയറാൻ പോകുന്നത്. ഈ തുരങ്കം വന്നിട്ട് കടലിൻ്റെ അടിയിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പം മാപ്പിലൊന്ന് കാണിച്ചു തരാം. എനിക്കറിയില്ലായിരുന്നു ഇത് കടലിൻ്റെ താഴെ കൂടെയാണ് ഈ തുരങ്കം പോകുന്നത് എന്നുള്ളത്. മാപ്പ് നോക്കിയപ്പോഴാണ് 2 സൈഡിലും കടലാണ്. കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്നൊരു തുരങ്കമാണ്. കുറച്ചധികം ദൂരം തുരങ്കം പിന്നിട്ടിട്ട് നമ്മളിപ്പോൾ കരയിലേക്ക് കയറുവാണ്. അങ്ങനെ നമ്മൾ ഡെൻമാർക്കിലേക്ക് കയറി. നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ എന്നാലും നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. ഫീൽസ് ലൈക്ക് -1 ഒക്കെയാണ് എപ്പോഴും തണുപ്പ് വന്നിട്ടുള്ളത്. നമ്മൾ അക്വേറിയത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കടലുമുണ്ട്. നമ്മൾ സ്ട്രോളർ എടുത്തിട്ടുണ്ട്. കുറച്ച് ദൂരമൊക്കെ നടക്കാനുള്ളത് കൊണ്ട് നമ്മൾ സ്ട്രോളർ എടുത്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറച്ചധികം സമയമെടുത്തു. പുതിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ആപ്പിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം സമയമെടുത്തു. 12 മണിക്ക് മുൻപായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറണം. ഒരു പ്രത്യേക രീതിയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. അലുമിനിയത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷന് അവാർഡ്സൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. സീ വേവ്സ് പോലെയാണ് ഈ ഒരു ബിൽഡിംഗ് വന്നിട്ടുള്ളത്. കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. നമ്മൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ എൻട്രിയിലുള്ള ക്യൂ ആണത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. കൊറോണ റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. കുട്ടികളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ അതിന് മുകളിലായിട്ട് ഒരു അനിമേഷൻ പോലെ ഒരു റൂഫിലിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ നമ്പർ ഇട്ടിട്ടാണ് ഓരോ സെക്ഷനും. റിവറുണ്ട്, അതുപോലെ തന്നെ ഓഷ്യനുണ്ട്. അങ്ങനെ പല സെക്ഷനായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണാനായിട്ട് കയറുക. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഹോള് പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കോറൽ റീഫ്സ്, അതായത് പവിഴപ്പുറ്റുകളും അതിലുള്ളിൽ ചെറിയ ചെറിയ ജീവികളും ഒക്കെയാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കടൽ കുതിര ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഒരു വോളിലായിട്ട് വലിയൊരു അക്വേറിയം വെച്ചിട്ടുണ്ട്. പല കളറിലുള്ള മീനുകൾ. അവിടെ നമ്മൾ എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് സമയം പോകുന്നത് അറിയില്ല. നല്ല രസമാണ് മീനുകൾ കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വലിയൊരു സ്രാവിൻ്റെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു തെരണ്ടിയും കുഞ്ഞു സ്രാവുകളും ഇട്ടിരിക്കുന്ന ഒരു ഓപ്പൺ പൂളാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് തെരണ്ടിയൊക്കെ തൊടാം. സ്റ്റിംഗ്രേ എന്ന് പറഞ്ഞ മീനാണ്. ഒരുപാട് എണ്ണമുണ്ട്. നമ്മളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തേക്ക് വരും. എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണത്.
പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഒരു വലിയൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ അവിടെ നിറയെ ഷാർക്കാണ്, പല സൈസിലുള്ളതും പല ടൈപ്പിലുള്ളതുമായിട്ടുള്ള ഷാർക്കുകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തെരണ്ടി, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വലിയ വറ്റ മീൻ, അതൊക്കെ കാണാം. ഭയങ്കര സൈസുള്ള മീനാണ്. ഇനി നമ്മൾ പോകുന്നത് റെയിൻ ഫോറസ്റ്റിലേക്കാണ്. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാടുകൾ. അപ്പോൾ അവിടേക്ക് നമുക്ക് ഒരു റൂമിനകത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ടൈപ്പിലുള്ള ചെടികൾ അവിടെയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള വാഴ, പല പല ചെടികൾ. അപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നൊരു ഫീലാണ്. നല്ല ഹ്യൂമിഡിറ്റിയാണ്, അത്യാവശ്യം നമ്മൾ വിയർക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സൗണ്ട് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇടിയുടെയും മഴയുടെയും കിളികളുടെ ശബ്ദവുമൊക്കെ സൗണ്ട് എഫക്ട്സ് കൊടുത്തിട്ട് നല്ലൊരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ പല തരത്തിലുള്ള ജീവികളുണ്ട്. കാട്ടുകോഴി, അതുപോലെ തന്നെ തവള, ചിലന്തി, വവ്വാല, അങ്ങനെ പല ടൈപ്പിലുള്ള ജീവികളും മീനുകളും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ അരാപ്പൈമ മീനാണ്. വളരെ വലിയ സൈസിലുള്ള മീനാണ്. അതുപോലെ തന്നെ താഴെ കറുപ്പും വെളുപ്പുമായിട്ടുള്ള തെരണ്ടിയെ നമുക്ക് കാണാം. അത് റിവറിലൊക്കെ കാണുന്നത്, അതായത് നദിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള തെരണ്ടിയാണ്. വളരെ രസമാണ് അത് കാണാനായിട്ട്. സാധാരണ തെരണ്ടീനെക്കാട്ടിലും നല്ലൊരു ഭംഗിയാണ്. പിന്നെ പല വെറൈറ്റി ഫിഷുകളുണ്ട്. വലിയ സൈസിലുള്ള അരാപ്പൈമയാണ് ഇവിടുത്തെ ഒരു മേജർ അട്രാക്ഷൻ. അക്വേറിയമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. അവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സീ ഫേസിംഗ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഫിഷ് ആൻഡ് ചിപ്സും ബർഗറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ്. ഫുഡൊക്കെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി ഒന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഡെൻമാർക്ക് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തി. കേക്ക് കെട്ടിയാൻ പോവാണ്. ഇത്തവണ നമ്മൾ സ്വീഡിഷ് പ്രിൻസസ് കേക്ക് പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ നമ്മൾ ചോറൊക്കെ വെച്ചു. രാവിലെ ചോറ് വെച്ചു. പിന്നെ ഒരു ഗ്രിൽഡ് പനീർ സാൻഡ്വിച്ചാണ്. പനീറും പച്ചക്കറികളും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചാട്ട് മസാല, കുറച്ച് മയണൈസ്, ഇത്രയും കൂടെ വെച്ചിട്ട് ബ്രെഡിൽ വെച്ച് ബട്ടറും പുരട്ടിയിട്ട് ഗ്രില്ല് ചെയ്തെടുത്തു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തിന് വയറിന് ചെറിയൊരു പ്രശ്നമായി, വൊമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം മൊത്തം അവൾ ഡൗൺ ആയിരുന്നു. കുഞ്ഞിന് കഴിക്കാനായിട്ട് പൊടിയരി കഞ്ഞി ഉണ്ടാക്കി. പിന്നീട് ഞാൻ വ്ളോഗൊന്നും പിടിക്കാനായിട്ട് തോന്നിയില്ല. അന്നത്തെ ദിവസം ഫുള്ള് വ്ളോഗ് എടുക്കണം എന്നായിരുന്നു. പക്ഷെ വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പാക്കി. ഇന്നത്തെ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. കൂടുതൽ വർക്കിംഗ് ഡേ ഈവനിങ് വ്ളോഗ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നമ്മൾ ഇന്നലെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മീൻകറിയുടെ റെസിപ്പി. അത് ഒരുപാട് പേരൊന്നും കണ്ടു നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോസൊന്നും ഇടുമ്പം പഴയ പോലെ കാണാറില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്